കയ്പ്പൊക്കെ വെച്ച് നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കയ്പ്പൊക്കെ ഇഷ്ടമില്ലാത്തവരും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ ഒരു കയ്പ്പൊക്കെയാണ് എടുത്തത്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു നല്ലൊരു പച്ച കളറിലുള്ള കയ്പ്പൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ സാധാരണ വെള്ളയാണല്ലോ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇതിന് കുറച്ചധികം കയ്പ്പാണേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇതുപോലുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനിയിപ്പോൾ നമ്മളിത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ കയ്പ്പൊക്കേൻ്റെ ആ ഒരു കയ്പ്പ് ഒന്ന് കുറവായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട വിധത്തിലൊന്നും വാട്ടിയെടുക്കണ്ട. കളർ മാറുകയും വേണ്ട. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇതായി കിട്ടിയാൽ മതി. ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ മാത്രം നമ്മളിതൊന്ന് വാട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതൊരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇത് ഏകദേശം ഒരു 5-8 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് ചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നേരത്തെ കയ്പ്പൊക്കെ വാട്ടിയ ആ ഒരു എണ്ണ ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതിൽ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ജീരകം ഒരു നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കയ്പ്പൊക്കെ തന്നെ സാധാരണ കയ്പ്പാണ്. അതിൽ ഉലുവ ചേർത്താൽ കയ്പ്പ് കൂടൂലേന്ന് ചിന്തിക്കും. പക്ഷേങ്കിൽ ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂടി പോകാണ്ട് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതൊന്നും കരിഞ്ഞു പോകരുത്. വെളുത്തുള്ളി ഒന്നും കരിഞ്ഞു പോകരുത്. ഇനി നമ്മളിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാള കുറച്ച് നല്ല പോലെ തന്നെ ഒന്ന് വാടിക്കിട്ടണം. എന്നാലും മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്താലും അതുപോലെ സവാളയ്ക്ക് മൂടി വെച്ച് കുക്ക് ചെയ്താലും ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇതുപോലെ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതുപോലെ തന്നെ നല്ല പഴുത്ത നല്ല കളറിലുള്ള തക്കാളി എടുത്തു കഴിഞ്ഞാൽ കറി നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇനി ആ ഒരു തക്കാളീൻ്റെ പച്ചമണമൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 5 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളീൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം നമുക്കിത് മൂടി തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം നമ്മൾ വഴറ്റിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തത്. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നല്ല മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതിയാകും. നമ്മൾ പച്ചമുളകും ചേർക്കുന്നില്ല. അപ്പോൾ തന്നെ നല്ലൊരു എരിവ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി അധികം നിൽക്കരുത്. കയ്പ്പൊക്കെ ഒരു പുളിയായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് അതിൻ്റെ ആ ഒരു കയ്പ്പ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. ഒരുപാടങ്ങ് ചേർക്കണ്ട. ഇനി അതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്പ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പുളി ഒരിത്തിരി മുന്നോട്ട് നിന്നാൽ അത് നല്ലതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ശർക്കര പൊടിയാണ്. ശർക്കര പൊടിക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാം. പക്ഷേങ്കിൽ ശർക്കര പൊടി ചേർക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതും. ഇനി അത് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ വാട്ടി വെച്ച കയ്പ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കയ്പ്പൊക്ക ഇനി ബാക്കി ഇതിൽ കിടന്നിട്ട് വേണം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ചും കൂടിയും വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച കയ്പ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. അതുകൊണ്ട് കുറച്ചധികം സമയം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലെടുത്താണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഒരുപാടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ഇത്തിരി കുറവേനും ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്പക്കേൻ്റെ കയ്പ് അറിയാണ്ടിരിക്കണമെങ്കിൽ കുറച്ച് പുളിയും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പും മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വെന്തിട്ട് എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എണ്ണ തെളിയുന്നവരാട്ടോ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറായി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതിയാകും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്